അടുത്ത് പർച്ചേസ് എങ്ങനെയാണ്, പർച്ചേസിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, സ്റ്റോറിൽ പർച്ചേസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത്. ഇത് പർച്ചേസ് ടേബിളാണ്. പർച്ചേസ് ടേബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ ചെയ്ത പർച്ചേസുകൾ ഇവിടെ കാണിക്കും. ഇങ്ങനെ പേജ് ബേസ് ആയിട്ട് 20 എണ്ണം ഒരു ലിസ്റ്റിൽ, 10 എണ്ണം വീതം ഓരോ ലിസ്റ്റിൽ, അങ്ങനെ പേജ് ബേസ് ആയിട്ട് ഇവിടെ കാണിക്കും. പർച്ചേസ് ടേബിളിൽ നമ്മൾ ഇതുവരെ ചെയ്ത പർച്ചേസുകൾ നമുക്കിവിടെ സെർച്ച് ചെയ്ത് നോക്കാം. അതുപോലെ പർച്ചേസുകൾ ചെയ്ത പർച്ചേസ് എഡിറ്റോ ഡിലീറ്റോ ചെയ്യാനുള്ള ഓപ്ഷന് ഇവിടെ ഈ ടേബിളിലാണ് ഉണ്ടാവുക. ഓക്കെ, പുതിയൊരു പർച്ചേസ് ആഡ് ചെയ്യുന്നത് ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ പർച്ചേസ് ഡേറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, പർച്ചേസ് നമ്പർ ഓട്ടോമാറ്റിക്, പർച്ചേസ് ഇൻവോയ്സ് നമ്പർ ഓട്ടോമാറ്റിക് ജനറേറ്റ് ചെയ്യുന്നു. റെഫറൻസ് നമ്പർ ഉദ്ദേശിക്കുന്നത് നമ്മൾ പർച്ചേസ് പോയിന്റിൽ പർച്ചേസ് ചെയ്യുന്ന ഷോപ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ബില്ലിലെ ബിൽ നമ്പർ നമുക്കിവിടെ കാണിക്കാം റെഫറൻസിന് വേണ്ടിയിട്ട്. പിന്നെ വെണ്ടർ നെയിം, പർച്ചേസ് പോയിൻറ്റിൻ്റെ നെയിമാണ് വെണ്ടർ നെയിം ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഓൾറെഡി മുമ്പ് ചെയ്തൊരു പർച്ചേസ് പോയിൻ്റ് ഉണ്ടെങ്കിൽ അവരുടെ പേര് ഓട്ടോമാറ്റിക് ഇവിടെ വരുന്നു. ഇല്ലെങ്കിൽ നമുക്ക് പുതിയതൊന്ന് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പുതിയ ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യാനാണ് ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്താൽ ഓട്ടോമാറ്റിക് ജസ്റ്റ് ടാബ് അടിച്ചാൽ പിന്നെ നമുക്ക് അവരെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മൾ മുമ്പ് പർച്ചേസ് ചെയ്തൊരു ടീമിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുന്നു. അടുത്തത് അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുണ്ട്, അവരുടെ ബാലൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്, അവർക്ക് അങ്ങോട്ട് കൊടുക്കാനുള്ള പോലെ -3650 കാണിക്കുന്നുണ്ട്. ഇനി അടുത്തത് ആഡ് ഐറ്റം, ഈ പർച്ചേസിലേക്ക് ഐറ്റം ആഡ് ചെയ്യുന്നു. നമ്മൾ മുമ്പ് നമ്മൾ ഐറ്റം രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതാണ് ആദ്യത്തെ പ്രൊസീജിയർ, നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ. അപ്പോൾ അതിൽ നമ്മളപ്പോൾ കൊടുത്തിട്ടുള്ള ബാർകോഡ് നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബാർകോഡ് പ്രോഡക്റ്റ് നമ്മൾ കൊടുത്ത ബാർകോഡാണ് സ്കാൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്യാം. ഐറ്റം കോഡ് അറിയുന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. ഈ ഐറ്റം കോഡോ ബാർകോഡോ കൊടുത്താൽ ബാക്കി ഈ കോളംസൊക്കെ ഓട്ടോമാറ്റിക് ഫില്ല് ചെയ്ത് വരും. ഫോർ എക്സാമ്പിൾ നമ്മൾ ജസ്റ്റ് ഐറ്റം കോഡ് നമുക്ക് അറിയുന്നു 12. ഇത് കൊടുക്കുന്നതോടുകൂടി ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ വന്നു. മുമ്പ് പർച്ചേസ് ചെയ്ത ലാസ്റ്റ് പർച്ചേസ് പ്രൈസും ആ സമയത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള സെല്ലിംഗ് പ്രൈസുമാണ് ഇവിടെ കാണിക്കുന്നത്. ഇനിയെല്ലാം നമ്മൾ ലിസ്റ്റിൽ ഐറ്റത്തിൻ്റെ പേര് നമുക്ക് അറിയില്ലെങ്കിൽ, ഐറ്റത്തിൻ്റെ കോഡ് അറിയുന്നില്ല എന്നെങ്കിൽ നമുക്ക് ഐറ്റം നെയിമായിട്ട് സെർച്ച് ചെയ്യാം. അപ്പോഴും ബാക്കി ഡീറ്റെയിൽസൊക്കെ ഇവിടെ ഓട്ടോമാറ്റിക് ഫില്ല് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ സ്റ്റോക്കിൽ 5 പീസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ എത്ര പീസാണ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പീസ് ഇവിടെ കൊടുക്കുന്നു. നമ്പർ ഓഫ് പീസ്, ജസ്റ്റ് എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അടുത്തൊരു ഐറ്റം ആഡ് ചെയ്യാൻ ജസ്റ്റ് എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇതുപോലെ തന്നെ അടുത്ത ഐറ്റത്തിൻ്റെ ഡീറ്റെയിൽസ് എന്താണോ, നമുക്ക് ഐറ്റം കോഡോ ബാർകോഡോ ഐറ്റം നെയിമാണോ അറിയുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി പുതിയൊരു ഐറ്റം ആണെങ്കിൽ, നമ്മൾ ലിസ്റ്റിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത പുതിയൊരു ഐറ്റം ആണെന്നുണ്ടെങ്കിൽ പർച്ചേസിൻ്റെ ഇടയിൽ വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ന്യൂ സ്റ്റോർ ഐറ്റത്തിലേക്ക് പോകാനുള്ള ഐറ്റം രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് നമ്മൾ ഐറ്റം രജിസ്റ്ററിൻ്റെ വീഡിയോയിൽ കണ്ട പോലെ ആ സെയിം സ്ക്രീനാണ്, അതുപോലെയുള്ള ഫുൾ ഡീറ്റെയിൽസാണ് ഇവിടെ വരുന്നത്. സെയിം ഓപ്ഷനാണ്, അതായത് ഐറ്റം രജിസ്റ്ററിലേക്കുള്ള ഷോർട്ട് കട്ടാണിത്. നമ്മൾ മുമ്പത്തെ വീഡിയോ ഐറ്റം രജിസ്റ്ററിൽ പറഞ്ഞ പോലെ അതേ സെയിം വിൻഡോയിലേക്കുള്ള ഷോർട്ട് കട്ടാണ് ഇവിടുന്ന് പോകുന്നത്. ഓക്കെ, ഇതാണ് മുമ്പ് പർച്ചേസ് ചെയ്തത് 12,000 അന്ന് ആ സമയത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത് സെല്ലിംഗ് പ്രൈസ് 13,000. ഇവിടെ സെല്ലിംഗ് പ്രൈസ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പർച്ചേസ് റേറ്റിനേക്കാൾ കുറയാൻ പാടില്ല എന്നേ ഉള്ളൂ. സെയിം എമൗണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള എമൗണ്ടോ സെല്ലിംഗ് പ്രൈസ് സെറ്റ് ചെയ്ത് വെക്കാം. നമ്മൾ സർവീസിലൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ മിക്കവാറും സർവീസ് സെൻറ്റേഴ്സൊക്കെ ഉപയോഗിക്കുന്നത് സെല്ലിംഗ് പ്രൈസ് തന്നെ, പർച്ചേസ് ചെയ്ത അതേ പ്രൈസ് തന്നെ ആയിരിക്കും നമ്മൾ കസ്റ്റമർക്ക് നമ്മൾ പിന്നെ ഒരു ജോബിൽ യൂസ് ചെയ്യുമ്പോഴും കൊടുക്കാറുള്ളത്. പിന്നെ സർവീസ് ചാർജ് എക്സ്ട്രാ വാങ്ങുന്നു എന്നുള്ളതാണ്. അതല്ല നമുക്ക് കൂട്ടി പിന്നെ പ്രോഫിറ്റിൽ തന്നെ സ്പെയർ കസ്റ്റമർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അപ്പോൾ ഒരു ജോബിലേക്ക് ആഡ് ചെയ്യുന്ന പ്രൊസീജിയർ വേറെയാണ്, സെയിൽ ചെയ്യേണ്ടത് പ്രൊസീജിയർ വേറെയാണ്. സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് സെല്ലിംഗ് പ്രൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമർക്ക് സെയിൽ ചെയ്യുന്ന സമയത്ത് സെല്ലിംഗ് പ്രൈസ് നമുക്ക് എഡിറ്റ് ചെയ്യാം. ചില കസ്റ്റമേഴ്സിന് നമുക്ക് കുറച്ച് കൊടുക്കണം, ഡിസ്കൗണ്ട് രൂപത്തിലേക്ക് കൊടുക്കണമെങ്കിൽ സെല്ലിംഗ് പ്രൈസ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. സർവീസിലേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. ലാസ്റ്റ് സെല്ലിംഗ് പ്രൈസ് എന്താണോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അതായിരിക്കും അവിടെ വരാം. അപ്പോൾ സർവീസിലെ ഒരു ജോബിൻ്റെ മുകളിൽ ഒരു സ്പെയർ ആഡ് ചെയ്യുന്ന പ്രൊസീജിയർ വരുമ്പോൾ സെല്ലിംഗ് പ്രൈസിൻ്റെ കോളത്തിൽ എന്താണോ കൊടുത്തിട്ടുള്ളത് അതായിരിക്കും സ്പെയർ കോസ്റ്റായിട്ട് ഒരു ജോബിൽ ആഡായി വരുന്നത്. ഓക്കെ, പിന്നെ പർച്ചേസ് കോസ്റ്റിനെ പറ്റി പറയാനുള്ളത്, നമ്മൾ ഓൾറെഡി സ്റ്റോക്കിലുള്ള ഒരു ഐറ്റം നമ്മൾ വീണ്ടും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്ക് ഉണ്ടായിരിക്കെ വീണ്ടും പർച്ചേസ് ചെയ്യുമ്പോൾ പർച്ചേസ് കോസ്റ്റിൽ ഡിഫറൻ്റ് ഉണ്ടെങ്കിൽ, ആദ്യം വാങ്ങിയത് 10,000-നാണ്, രണ്ടാമത് അത് സ്റ്റോക്ക് ഉണ്ടായിരിക്കെ അടുത്ത് വീണ്ടും പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൈസ് 12,000 ആണെങ്കിൽ, പിന്നെ ആ
പർച്ചേസ് കോസ്റ്റ് ആ ഐറ്റത്തിൻ്റെ ഓട്ടോമാറ്റിക് ആവറേജ് കോസ്റ്റായിട്ട് മാറും. അതിൻ്റെ കോസ്റ്റ് പിന്നെ ആവറേജ് കോസ്റ്റ് ആയിരിക്കും. ഇനി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഐറ്റം 0 ആണെങ്കിൽ, ക്വാണ്ടിറ്റി 0 ആണ്, ഫുൾ തീർന്നതിന് ശേഷമാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. മുമ്പ് പർച്ചേസ് ചെയ്തപ്പോൾ അതിന് 10,000 ആയിരുന്നു. പിന്നെ ആ ഐറ്റം ഫുള്ള് സെയിൽ ചെയ്ത് തീർന്നു, അല്ലെങ്കിൽ ജോബ് സർവീസിലേക്ക് യൂസ് ചെയ്ത് തീർന്നു പോയി. രണ്ടാമത് പുതുതായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ കോസ്റ്റ് ഡിഫറൻ്റ് ഉണ്ട്, 12,000 ആണ്. അങ്ങനെ വരുമ്പോൾ ലാസ്റ്റ് പർച്ചേസ് കോസ്റ്റാണ് വരിക. അതിൻ്റെ കോസ്റ്റായിട്ട് സെറ്റ് ആവുക ലാസ്റ്റ് പർച്ചേസ് ചെയ്താണ്. സ്റ്റോക്ക് ഉണ്ടായിരിക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ആവറേജ് കോസ്റ്റും, സ്റ്റോക്ക് 0 ആയിരിക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ലാസ്റ്റ് പർച്ചേസ് പ്രൈസ് ആയിരിക്കും ആ ഐറ്റത്തിൻ്റെ പർച്ചേസ് കോസ്റ്റായിട്ട് ഇവിടെ സെറ്റ് ആവുന്നത്. സെല്ലിംഗ് പ്രൈസ് നമ്മളെ ലാസ്റ്റ് പർച്ചേസ് ചെയ്ത സമയത്ത് എന്താണോ സെല്ലിംഗ് പ്രൈസ് സെറ്റ് ചെയ്തത് അതാണ് സെല്ലിംഗ് പ്രൈസ് ആയിട്ട് വരിക. ലാസ്റ്റ് സെയിൽ ചെയ്ത പ്രൈസ് അല്ല, ലാസ്റ്റ് പർച്ചേസ് ചെയ്ത സമയത്ത് നമ്മൾ എന്താണോ സെറ്റ് ചെയ്തത് അതാണ് സെല്ലിംഗ് പ്രൈസ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാം. ഇതൊക്കെ ഇത് രണ്ടും നമുക്ക് ഐറ്റം ഡിജിറ്റലിൽ പോയിട്ട് മാനുവലായിട്ട് എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ആ എഡിറ്റ് ചെയ്താൽ പിന്നെ എഡിറ്റ് ചെയ്തായിരിക്കും അതിൻ്റെ പ്രൈസും കോസ്റ്റും പ്രൈസും അതായിരിക്കും വരിക. ഓക്കെ, ഇങ്ങനെ 2 ഐറ്റം ആഡ് ചെയ്തു. ആഡ് ചെയ്ത് ടോട്ടൽ എമൗണ്ട് ഇവിടെ വന്നു. ഡിസ്കൗണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ കാണിക്കാം, റിമാർക്സ് എന്തെങ്കിലും കൊടുക്കാം. ഈ എമൗണ്ട് പിന്നെ പർച്ചേസ് പോയിന്റിൽ കൊടുക്കേണ്ട ഈ എമൗണ്ട് ഏത് മോഡിലാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തത്, മോഡ് ഓഫ് പേയ്മെൻ്റ് ആണ് ഇവിടെ വരുന്നത്. ഈ സെയിൽസിലായാലും പർച്ചേസിലായാലും നമ്മളെ ഈ സോഫ്റ്റ്വെയറിൽ എവിടെ ക്യാഷ് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പേയ്മെൻറ്റ് മോഡുമായി ബന്ധപ്പെട്ടിടത്തൊക്കെ ഈ പേയ്മെൻറ്റ് മോഡ് ടോട്ടൽ എമൗണ്ട് ഇവിടെ കാണിക്കും. ആ എമൗണ്ടിൻ്റെ മോഡ് ഓഫ് പേയ്മെൻറ്റ് നമ്മൾ സെലക്ട് ചെയ്യണം. ഈ 24,000 നമ്മൾ ഏത് രൂപത്തിലാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. ക്യാഷിലാണെങ്കിൽ ഡിഫാൾട്ടായിട്ട് ക്യാഷിൻ്റെ ഇതിലാണ് വന്ന് നിൽക്കുക. ആ എമൗണ്ട് ക്യാഷായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ 24,000 ക്യാഷിൻ്റെ കോളത്തിൽ ടൈപ്പ് ചെയ്യണം. അതല്ല നമ്മൾ ക്രെഡിറ്റിലാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ, ഔട്ട്സ്റ്റാൻഡിങ് ആക്കിയിട്ട് ചെയ്യണമെങ്കിൽ അവർക്കിപ്പോൾ പൈസ കൊടുക്കുന്നില്ല, പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ അവർക്ക് കൊടുക്കാനുള്ളതുപോലെ ഭാവിയിൽ പിന്നെ കൊടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ, അതായത് പർച്ചേസ് ടൈമിൽ നമ്മൾ ക്യാഷ് കൊടുക്കുന്നില്ല, ക്രെഡിറ്റിലാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഈ ലൈൻസ് എന്ന ഓപ്ഷനിൽ പോയിട്ട് ജസ്റ്റ് ഈ ടിക്ക് ഒഴിവാക്കുക, എന്നിട്ട് സേവ് ചെയ്യാം. അതായത് ട്രാൻസാക്ഷൻ അൺബാലൻസ് എപ്പോഴും 0 ആയിരിക്കണം സേവ് ചെയ്യുമ്പോൾ. ഓക്കെ, അതല്ല ക്യാഷിലാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ബാക്കി ഏത് മോഡ് ഓഫ് പേയ്മെൻറ്റിൽ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ടിക്ക് ഉണ്ടാവണം. ക്യാഷിലാണെങ്കിൽ ക്യാഷിൻ്റെ കോളത്തിൽ ടൈപ്പ് ചെയ്യണം, ചെക്കാണെങ്കിൽ ചെക്ക് വഴി ആണെങ്കിൽ അത് എമൗണ്ട് വഴി ടൈപ്പ് ചെയ്യണം. ഇനി ഡിജിറ്റൽ പേയ്മെൻ്റ് ആണെങ്കിൽ ഇപ്പോൾ കൂടുതലും ഡിജിറ്റൽ പേയ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് നമ്മൾ ചാർട്ട് ഓഫ് അക്കൗണ്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ള പേരുകൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൂടെ സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ വേറൊരു ഹെഡിലേക്ക് ആണ് സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ, പിന്നെ നമ്മൾ ഇതിൻ്റെ പേയ്മെൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ ആ ഹെഡ് ഇവിടെ സെലക്ട് ചെയ്യാം. ഡിഫാൾട്ടായിട്ട് ബാങ്ക് അക്കൗണ്ട് ആയിരിക്കും. ആ എമൗണ്ട് ഇവിടെ ടൈപ്പ് ചെയ്യണം, 24,000 ഇവിടെ ടൈപ്പ് ചെയ്യാം. ഇനി ബാലൻസ് എമൗണ്ട് ആണെങ്കിൽ അവരെ ബാലൻസ് നമുക്ക് എടുക്കാം. നമുക്ക് അവരുടെ നിന്ന് ബാലൻസ് ഇങ്ങോട്ട് തിരിച്ച് കിട്ടാനുണ്ട്. ഒരുപാട് ബാലൻസ് അവരുടെ അടുത്ത് ബാലൻസ് ഉണ്ടെങ്കിൽ, നമ്മളെ എമൗണ്ട് ഉണ്ടെങ്കിൽ ആ ബാലൻസിൽ നിന്ന് പേയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. ഇനി പകുതി ക്രെഡിറ്റ് പകുതി ക്യാഷ് അങ്ങനെയും ചെയ്യാം, പകുതി ക്യാഷ് പകുതി ഡിജിറ്റൽ പേയ്മെൻറ്റ് ചെയ്യാം. എത്ര എമൗണ്ട് ആണോ ക്യാഷിൽ കൊടുക്കുന്നത് അത് ക്യാഷിൽ ടൈപ്പ് ചെയ്യാം. എത്ര എമൗണ്ട് ആണോ നമ്മൾ ഈ 24,000 നമുക്ക് ഡിവൈഡ് ചെയ്തൊന്നും പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. ക്യാഷായിട്ട് 10,000, ഡിജിറ്റൽ പേയ്മെൻറ്റായിട്ട് പിന്നെ 10,000, 4,000 രൂപ നമ്മൾ അവരെ ബാലൻസിൽ നിന്ന് എടുക്കുക, അല്ലെങ്കിൽ 4,000 രൂപ ക്രെഡിറ്റ് കൊടുക്കുക. അങ്ങനെ എല്ലാ ഡിഫറെൻറ്റ് മോഡലിൽ ഇതിനെ പേയ്മെൻറ്റ് കാണിക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ ഞാനിപ്പോൾ 24,000 ക്യാഷായിട്ടാണ് പേയ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ട്രാൻസാക്ഷൻ ബാലൻസ് 0 ആയി, എന്നിട്ട് സേവ് ചെയ്യുന്നു. ഇതാണ് നോർമൽ ഒരു പർച്ചേസിൻ്റെ പ്രൊസീജിയർ. നമ്മളെ ഈ സർവീസ് സോഫ്റ്റ്വെയറിൽ വരുന്ന പർച്ചേസിൻ്റെ പ്രൊസീജിയർ. ഓക്കെ.